ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ട് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗൂഗിൾ ഷീറ്റിലെടുത്ത് ഓരോ ഹെഡുകളൊക്കെ സെപ്പറേറ്റ് എഴുതി ഓരോ എല്ലാ സാധനങ്ങളും ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാൻ ഞാനത് ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 0 ഇന്ന് ഒരു 1 CR റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം, വേണ്ട കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ, ഒരു ട്യൂട്ടോറിയൽ സീരീസ് ഇറക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ എന്നോട് പല ആൾക്കാരും ചോദിക്കും അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ഉണ്ടാക്കാന്നുള്ള ചോദിക്കാറ്. അപ്പൊ അവർക്ക് ഒരു ബേസിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊജക്ഷനിൽ ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അതിനകത്തൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങളുടെ ഐഡിയനെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് എക്സലോ ഗൂഗിൾ ഷീറ്റോ അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷന് 3 ഭാഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ഒന്ന് എക്സ്പെൻസസ്, രണ്ടാമത്തത് റവന്യൂ, മൂന്നാമത്തത് പ്രോഫിറ്റ്. ഇതിൽ നിങ്ങളൊരു കമ്പനി എടുക്കുക, നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കമ്പനി എന്തോ ആയിക്കോട്ടെ, അതിന് വരാൻ പോകുന്ന എക്സ്പെൻസസ് എല്ലാം നിങ്ങൾ ഫസ്റ്റ് തന്നെ രേഖപ്പെടുത്തുക. അതിൽ പ്രധാനമായിട്ട് ആദ്യം വരാൻ പോകുന്ന എക്സ്പെൻസ് ആണ് സാലറി. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയായിട്ട് തുടങ്ങാൻ പോകുന്ന വിചാരിക്കും, നിങ്ങൾ 2 ഫൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സാലറി ഇപ്പൊ എന്താ ഒരു എക്സാമ്പിൾ ഒരു കമ്പനിക്ക് എന്ത് കമ്പനി എടുക്കുക, ഏത് 4 ഡിഗ്രി എടുക്കാം. 4 ഡിഗ്രിയുടെ സാലറി നോക്കാം. അപ്പൊ ഫസ്റ്റ് ഫൗണ്ടേഴ്സ് ഉണ്ട്, അവരുടെ സാലറി. നമുക്ക് മാർക്കറ്റിംഗ് ടീം ഉണ്ട്, മാർക്കറ്റിംഗ് ടീം മാർക്കറ്റ് ചെയ്തിട്ടാണ് ലീഡ് ജനറേഷൻ നടത്തുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് ടീം ഉണ്ട്, അവരുടെ സാലറി. അപ്പൊ നിങ്ങൾ ഇത് ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടർ ഇപ്പൊ നിങ്ങൾ 2 പേരുണ്ട്, അവർ 2 പേര് മാസം 25,000 രൂപ സാലറി എടുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ 2 പേർ കൂടി 50,000 രൂപ. മാർക്കറ്റിംഗിലേക്ക് ഒരാൾ ആഡ് റൺ ചെയ്യാൻ ചിലപ്പോൾ ഫൗണ്ടർ തന്നെ ആയിരിക്കും ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ആള് അതിനൊരു 25,000 രൂപ. പിന്നെ ഈ മാർക്കറ്റ് ചെയ്ത് ലീഡ് കൊണ്ടുവരുമ്പോൾ അത് വിളിക്കണം, അതിന് നമ്മൾ സെയിൽസ് ടീം ഉണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ ടീം ഉണ്ട്. അവർക്ക് 1, 2, 3 ആൾക്കാരുണ്ട്, എത്ര ആൾക്കാരാണോ അത് വെച്ചിട്ട് നമ്മളൊരു അവരുടെ സാലറി എഴുതുക. പിന്നെ ഇത് കഴിഞ്ഞാൽ ഈ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അഡ്മിഷൻ ഓഫീസേഴ്സ് ഉണ്ട്, അപ്പൊ അവർക്കുള്ള സാലറി എഴുതുക. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ കോർഡിനേറ്റർ ഉണ്ടാവും, അവരുടെ സാലറി. ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ കമ്പനിക്ക് വേണ്ട എംപ്ലോയീസിന് എല്ലാം എഴുതുക. അപ്പൊ ഇങ്ങനെ കമ്പനിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ എംപ്ലോയീസിന്റെയും സാലറി കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും, പെർ മന്തിൽ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ എക്സ്പെൻസ് ആയി സാലറി എക്സ്പെൻഡിച്ചർ. ഇനി രണ്ടാമത്തത് GNA എക്സ്പെൻസ്, അതായത് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഓഫീസ് സ്പേസ് വേണ്ടി വരും, ചിലപ്പോൾ ഓഫീസ് സ്പേസ് ആയിരിക്കില്ല, നിങ്ങൾ ഒരു വീട്ടിൽ നിന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ 4 ഡിഗ്രി തുടങ്ങിയ സമയത്ത് ഒരു വീട്ടിൽ നിന്നായിരുന്നു ആദ്യത്തെ 2 കൊല്ലം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഓഫീസൊക്കെ തുടങ്ങിയത്. പ്രോട്ടോടൈപ്പ് തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കോവർക്കിംഗ് സ്പേസിൽ നിന്നാണ് തുടങ്ങിയത്. 2-3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ചെറിയ റെന്റ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് പോലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസ് സ്പേസിന്റെ റെന്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഓഡിറ്റിങ്ങിനോ അക്കൗണ്ടിങ്ങിനോ കൊടുക്കേണ്ടി വരും, അതിന്റെ കുറച്ച് ചിലവുകൾ. മെയിൻലി GNA ഇത് എഴുതിയാൽ ഓഫീസ് സ്പേസ്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടാവും, ടീമായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോയി ഫുഡ് കഴിക്കുകയും അതുപോലെ തന്നെ ട്രാവൽ ഉണ്ടാവും. ഇതുപോലുള്ള എക്സ്പെൻസുകളാണ് അവിടെ വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് വരുന്ന എക്സ്പെൻസുകളാണ് ക്യാപെക്സ് ചിലപ്പോൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്സ് വാങ്ങേണ്ടി വരും, പിന്നെ ഹൈ എൻഡ് PC വാങ്ങേണ്ടി വരുന്നുണ്ടാവും, ക്യാമറാസ് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അതുപോലുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ക്യാപെക്സ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇത് രണ്ടും പെർ മന്ത് ആണ്, റിക്കറിംഗ് ആണ്, എല്ലാ മാസവും വരും. ഇത് മിക്കവാറും 1 ടൈം ആയിരിക്കും. പിന്നെ ഇനി ഇത് കൂടാണ്ട് വരാൻ പോകുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഹെഡാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. ഇത് നിങ്ങൾ കാണും. ഇതിപ്പോ നിങ്ങൾക്ക് റഫ്ലി ബഡ്ജറ്റ് ഇപ്പൊ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഒരു മാസം ഒരു 50,000 രൂപയുടെ ആഡ് റൺ ചെയ്യും. അതുപോലെ തന്നെ ഗൂഗിളിൽ ഒരു 50,000 രൂപയുടെ ആഡ് റൺ ചെയ്യും. അപ്പോൾ ടോട്ടൽ ഒരു 1 lakh നിങ്ങൾക്ക് ആഡ്സിന് വേണം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യല്ല, നിങ്ങൾ B2B ആണ്. ഇപ്പൊ ക്ലയൻസിനെ നേരിട്ട് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലയന്റിനെ കാണാനായിട്ട് മിക്കവാറും അപ്പോഴും ലീഡ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ലീഡുകൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ് കോസ്റ്റ് വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യും. അപ്പൊ നിങ്ങൾ കണക്കാക്കണം ഒരു മാസം എത്ര പോസ്റ്റർ അടിക്കും, ആ പോസ്റ്ററിന് എത്ര എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ എന്താണ് നിങ്ങൾ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്ന ആ ആക്ടിവിറ്റിക്ക് വേണ്ട പെർ മന്ത് ഉള്ള കോസ്റ്റ്, ഇതും പെർ മന്ത് ആയിരിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് വേണ്ട ഒരു എമൗണ്ട് കിട്ടും. ഒരു വയ്യാണെന്ന് വിചാരിച്ചോ എമൗണ്ട് പെർ മന്ത് ആണ് നിങ്ങൾക്ക് ഒരു മാസം വേണ്ടി വരിക. ചിലപ്പോൾ അതൊരു 5 ലക്ഷം ആയിരിക്കാം, ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കാം. ഈ എമൗണ്ട് വേറെ തന്നെ കണ്ടാൽ മതി. കാര്യം ഇത് 1 ടൈമേ വരുള്ളൂ. ചിലപ്പോൾ നമുക്ക് 1 വർഷത്തിലോ 5 വർഷത്തിലോ 2 വർഷത്തിലേക്കൊക്കെ ചിലപ്പോൾ ഒറ്റ വരുള്ളൂ. ഇതെല്ലാം കൂടി ചിലപ്പോൾ 5 ലക്ഷം വരുന്നു ചെയ്യും. ഇത് നിങ്ങൾ ഒരു വട്ടം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മുടക്കണ്ട. പക്ഷേ ഈ എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ എമൗണ്ട് റെക്കറിംഗ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസം വരും. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾ എന്തെങ്കിലും ടൂൾസ്, അത് ഇവിടെ എഴുതാൻ പറ്റുന്നതാണ്, GNA തന്നെയാണ്. എന്തെങ്കിലും ടൂളുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും മാസം. ഇപ്പൊ സെർവേഴ്സ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഇമെയിൽസ് ഉണ്ടാവും, പെയ്ഡ് ഇമെയിലുകൾ, G Suite പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ എന്തെങ്കിലും ടൂളുകളൊക്കെ ഉപയോഗിക്കേണ്ട അതിന്റെ പേയ്മെന്റുകൾ നിങ്ങൾക്ക് എല്ലാ മാസം വരും. ഇതൊക്കെ ഇപ്പൊ GNA വരുന്നതാണ്.
അതുപോലെ തന്നെ സാലറി എക്സ്പെൻസ് ഉണ്ട്, ക്യാപെക്സ് ഉണ്ട്, മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഇതാണ് മെയിൻലി ഫിനാൻഷ്യൽ പ്രൊജക്ഷനിൽ നമുക്ക് എക്സ്പെൻസുകളുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി എക്സ്പെൻസസ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ കണക്കൂട്ടേണ്ടത് റവന്യൂ ആണ്. നിങ്ങൾക്ക് ഇപ്പോ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ എന്ന് വിചാരിക്കും. പ്രൊഡക്റ്റ് 1 ഞങ്ങൾക്ക് ഫോറിനിക്ക് ഒറ്റ സർവീസ് അല്ല, ഞങ്ങളുടെ ഒരു പാക്കേജ്, ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിന് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് 10,000 ആണെന്ന് വിചാരിക്കും. അതാണ് നിങ്ങൾ കണക്കൂട്ടേണ്ടത് ഇങ്ങനെയാണ്. അതായത് മന്ത് 1 നിങ്ങൾ 10 പ്രൊഡക്റ്റ് വിൽക്കും, മന്ത് 2 20 വിൽക്കും, മന്ത് 3 അത് 30ലേക്ക് എത്തിക്കും, മന്ത് 4 നിങ്ങൾ 40ലേക്ക് എത്തും, മന്ത് 5 അത് 50ലേക്ക് എത്തും. ഇങ്ങനെ ഇത് 10, 20, 30 തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എത്രയാണോ പോസിബിൾ ആണോ അത്. ചിലപ്പോ 10, 11, 12 ആക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഇത് കിട്ടി, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. ഇനി റവന്യൂ. അപ്പോ 10,000 രൂപയാണ് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന്റെ വില. 10 വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 1 lakh റവന്യൂ കിട്ടി. 20 വിൽക്കുമ്പോൾ 2 lakh, 30 വിൽക്കുമ്പോൾ 3 lakh, 40 വിൽക്കുമ്പോൾ 4 lakh. കണക്ക് നല്ല എളുപ്പമായി ഇങ്ങനെ ഇട്ടുണ്ട്. 5 lakh അങ്ങനെ പോകും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പെർ മന്ത് വരുന്ന റവന്യൂ. ഇനി മുമ്പ് നമ്മുടെ ഷീറ്റിൽ ഇതുപോലെ തന്നെ എല്ലാ എക്സ്പെൻസുകളും കൂട്ടുമ്പോൾ സാലറി, G&A, മാർക്കറ്റിംഗ്, അവിടെ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ M2, M3 സാലറി ആയിട്ട് എല്ലാം കൂടി വരുന്നത് ചിലപ്പോൾ ഒരു മാസം 1.5 ലക്ഷം ആയിരിക്കും. അത് കുറച്ച് മാസത്തേക്ക് അത് ചിലപ്പോൾ 1.5 ലക്ഷം തന്നെ ആയിരിക്കും, വേറെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. G&A ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 50,000 ആയിരിക്കും. മാർക്കറ്റിംഗ് നിങ്ങൾ ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസുകൾ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രിക്കുകൾ ഞാൻ എടുത്ത ഒരു ടേബിൾ ഫോമിലേക്ക് എഴുതിയെന്നേ ഉള്ളൂ. നേരത്തെ സാലറിയുടെ അടിയിലേക്ക് എന്ത് വരും എന്നുള്ളതാണ്. അത്രയും ആൾക്കാരെ കൂട്ടുക, അവരൊരു മന്ത്ലി സാലറി എഴുതുക, അത് ഓരോ മാസത്തിൽ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ G&A എക്സ്പെൻസ് എത്ര വരും, നിങ്ങൾക്ക് ഓഫീസ് റെന്റ്, അതുപോലെ ടൂളിന്റെ പേയ്മെന്റ്, അത് ഇത് ഒക്കെ ആയിട്ട് എത്ര വരും എന്നുള്ള നോക്കിയിട്ട് ആ ഒരു സാധനം എല്ലാ മന്ത് എത്ര വരും എന്നുള്ള ഇങ്ങനെ നോക്കി എഴുതുക. അത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നിങ്ങൾ എല്ലാ മാസവും ഒരു ബഡ്ജറ്റ് കാണേണ്ടി വരും, ആ ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ടോട്ടൽ ഇത് എത്ര വരും, 4 ലക്ഷം രൂപ വെച്ച് കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടി, അതുപോലെ നിങ്ങൾ ടോട്ടൽ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ കിട്ടി. ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റ് പ്രോഫിറ്റ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് തന്നെ എഴുതി റവന്യൂ. ഇവിടെ M1, M2, M3, M4, M5 എന്നൊക്കെ പറഞ്ഞ മന്തുണ്ടോ. റവന്യൂ നിങ്ങൾക്ക് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസസ് എത്ര വെച്ചാൽ വരുന്നത്, നിങ്ങൾക്ക് എല്ലാ മാസവും തുടക്കം തൊട്ടേ 4 ലക്ഷം രൂപ വെച്ച് എക്സ്പെൻസ് ഉണ്ട്. പ്രോഫിറ്റ് നോക്കുക. ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ മൈനസ് എക്സ്പെൻസ്. ഇവിടെ -3, 3 ലക്ഷം നഷ്ടത്തിലാണ്, ഇവിടെ 2 ലക്ഷം നഷ്ടത്തിലാണ്, ഇതേപ്പോഴേക്ക് 1 ലക്ഷം നഷ്ടത്തിലായി, ഇവിടെ എത്തുമ്പോൾ ബ്രേക്ക് ഈവൺ ആയി, ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ആയി. അപ്പൊ ഇങ്ങനെ ഇത് ഒരു 12 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്കോ 24 മാസത്തേക്കോ 36 മാസത്തേക്കോ പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആക്ച്വലി എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കൂട്ടിയെടുക്കാൻ പറ്റും. കാരണം എല്ലാ സാധനവും ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് വരുമാനം കുറവും ചെലവ് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് നമ്മുടെ വരുമാനവും ചെലവും മീറ്റ് ചെയ്യും. വേറൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ വരുമാനം ചെലവിനൊക്കെ കൂടുതലാവും. അപ്പോഴാണ് ലാഭം. എല്ലാ ബിസിനസ്സുകളും അങ്ങനെ എത്തണം. അപ്പൊ ആ പോയിന്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇത് കണക്കൂട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഈ ഒരു ചാർട്ട് ഉണ്ടാക്കി 10 കസ്റ്റമർ വരും, 20 കസ്റ്റമർ വരും, 30 കസ്റ്റമർ വരും എന്നുള്ളത്. ഇതിന് ആനുപാതികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ എക്സ്പെൻസും കൂടും. കാര്യം 10 കസ്റ്റമർ ഉള്ളപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റാഫ് മതിയാവുമായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. 20 കസ്റ്റമർ ആകുമ്പോൾ ചിലപ്പോൾ 2 സ്റ്റാഫ് വേണ്ടി വരും. ചിലപ്പോൾ 30 കസ്റ്റമർ ആകുമ്പോൾ 10 സ്റ്റാഫ് വേണ്ടി വരും, അല്ലെങ്കിൽ 3 സ്റ്റാഫ് വേണ്ടി വരും, അല്ലെങ്കിൽ വേറെ സ്പേസ് കൂട്ടേണ്ടി വരും. ഓഫീസ് സ്പേസ് നിങ്ങൾ വലുതിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനെ ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് കണക്ക് കൂട്ടണം. ഇവിടെ ഞാൻ ഇതിപ്പോ എന്ത് സംഭവിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ കൂട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് കമ്പനി ലോസിൽ തന്നെ കാണാൻ പറ്റും. ലാഭമാവില്ല. ലാഭമാവാത്ത സമയമാകുമ്പോൾ പോയിട്ട് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്യും, കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടും. എണ്ണം കൂട്ടുമ്പോൾ ഇത് ലാഭമാവും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, എണ്ണം കൂട്ടുമ്പോൾ എക്സ്പെൻസ് നമ്മൾ കൂട്ടാൻ ഓർക്കണം. എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് ആ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സെയിൽസ് സ്റ്റാഫിന് കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ മാർക്കറ്റിംഗിന്റെ കണ്ടന്റുകൾ കൂടുതൽ വേണ്ടി വരും. അപ്പൊ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ടീമിന്റെ കൂടുതൽ വേണ്ടി വരും. ഇത് കഴിഞ്ഞ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസിന്റെ ടീമിനെ കൂട്ടേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടന്റിനെ ഫുൾ ആയിട്ട് ഹയർ ചെയ്യേണ്ടി വരും, ആള് കൂടുന്നതനുസരിച്ച്. ചിലപ്പോൾ ഇതുപോലെ തന്നെ ഓഫീസ് സ്പേസ് നമുക്ക് വലുതാക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ചെലവുകൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കൂട്ടണം. അപ്പൊ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സൽ ഷീറ്റിന്റെ ഒരു ടാബിൽ നിങ്ങൾ റവന്യൂ കൂട്ടുക, വേറൊരു ടാബിൽ നിങ്ങൾ എക്സ്പെൻസ് കൂട്ടുക, വേറെ ടാബിൽ ഇതിന്റെ ഒരു സമ്മറിയിലാണ് പ്രോഫിറ്റ് വരുന്നത്. റവന്യൂ മൈനസ് എക്സ്പെൻസ് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റവന്യൂവിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന അനുസരിച്ച് ഈ എക്സ്പെൻസിന്റെ ഷീറ്റ് എടുത്തിട്ട് അവിടെയും കൂടി അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് വരുത്തി അവസാനം ഒരു പോയിന്റിൽ എത്തും. അങ്ങനെ എത്തണില്ലെങ്കിൽ മിക്കവാറും നിങ്ങൾ ഇട്ടേക്കുന്ന പ്രൈസ് ഭയങ്കര കുറവാണ്, അത് കൂട്ടണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഇത് പ്രൈസിംഗിന്റെ പ്രശ്നമായിരിക്കുള്ളൂ. പ്രൈസിംഗ് കറക്റ്റ് ആക്കിയാൽ ഈ സാധനം റെഡിയാക്കാൻ പറ്റുന്നുണ്ടാവും. ആ പ്രൈസിന് ആൾക്കാർ വാങ്ങൂല്ല എന്നുള്ള
എന്നുള്ളത് വേറൊരു വിഷയമാണ്. നമ്മൾ കൊടുക്കുന്ന ഓഫറിംഗ് പ്രൊഡക്റ്റിനനുസരിച്ച് ഇരിക്കും. ഞാൻ പറഞ്ഞത് ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പെൻസ്, റവന്യൂ, പ്രോഫിറ്റ്. അതിന് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സാധനം കണക്കൂട്ടി നോക്കാം. അപ്പൊ ഇത് ആദ്യമേ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ പോവാണ്, എനിക്ക് ഇത്ര ആൾക്കാർ ഇനിഷ്യലി വേണ്ടി വരും, ഞാൻ മാർക്കറ്റിംഗ് ചെയ്തോളാം, ഞാൻ സെയിൽസ് ഞാൻ തന്നെ ചെയ്തോളാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഞാൻ ചെയ്യാം, സെയിൽസ് എന്റെ കോ ഫൗണ്ടർ ചെയ്തോളാം, കസ്റ്റമറെ ഹാൻഡ്ലിംഗ് ചെയ്യണത് അയാൾ തന്നെ ചെയ്തോളാം, വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു പയ്യന് വേണം, അതുപോലെ തന്നെ ഇവർക്ക് സർവീസ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരാളെ വേണ്ടി വരും, കസ്റ്റമർ വൺസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും പിന്നീടുള്ള സപ്പോർട്ടും സർവീസും ഒക്കെ കൊടുക്കാൻ ഒരാളെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 5 പേര് വേണ്ടി വരും. 5 പേർക്ക് ഒരാൾക്ക് ഇത്ര വെച്ചിട്ട് ഒരു മാസം സാലറിയും കൊടുത്താൽ അവർക്ക് ഇപ്പൊ നിലനിൽക്കാൻ പറ്റുള്ളൂ, പിന്നീട് സാലറി കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പൊ ഇത്ര വരും ചെലവ്. ഈ ചെലവ് മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു 10 കസ്റ്റമർ ഒരു മാസം കിട്ടിയാൽ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആ 10 കസ്റ്റമറെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ആഡ് റൺ ചെയ്യേണ്ടി വരും. അപ്പൊ ആഡ് റൺ ചെയ്യുമ്പോൾ എത്ര കാശ് ഒരു ദിവസം ആഡ് റൺ ആണ്? ചിലപ്പോൾ 1000-2000 രൂപക്ക് റൺ ചെയ്യാം. 2000 രൂപ വെച്ച് റൺ ചെയ്ത ഒരു മാസം ആകുമ്പോൾ 60,000 രൂപ ആഡ് റൺ ചെയ്യാൻ പോകും. അപ്പൊ അതുകൂടി കണക്കാക്കുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 10 കസ്റ്റമർ മതിയാവില്ല, 12 കസ്റ്റമർ വേണ്ടി വരും. അപ്പൊ ശരി, 12 കസ്റ്റമർ നിങ്ങൾ അക്വയർ ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിലേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കണക്കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്ര വേണ്ടി ഒരു പ്ലാൻ കിട്ടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾക്ക് നമ്പേഴ്സ് സംസാരിക്കേണ്ടി വരും. അപ്പൊ വെറുതെ എനിക്ക് 1 കോടി വേണം, ഞാൻ 100 കോടി ആക്കും അല്ലെങ്കിൽ 50 കോടി ആക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള പ്ലാൻ അറ്റ്ലീസ്റ്റ് പേപ്പറിലെങ്കിലും, പേപ്പർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ എക്സൽ ഷീറ്റിലെങ്കിലും നമുക്ക് വരുത്താൻ പറ്റണം. അങ്ങനെ വരുത്താൻ പറ്റണില്ലെങ്കിൽ ആ ബിസിനസ് തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ. അപ്പൊ ഇത് മനസ്സിലായിരുന്നു വിചാരിക്കണം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് ഇട്ട് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും 1 by 1 ആയിട്ട് എഴുതി കൂട്ടി എങ്ങനെയാണ് ആ സാധനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സീരീസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ വേറെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് നോട്ടായിട്ടോ റിപ്ലൈ ചെയ്യാം. ഓക്കെ.